ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് അരിപ്പൊടി വച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു അരിമുറുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ എള്ള്, 1 നുള്ള് കായപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾ നെയ്യ് ചേർക്കുന്നുണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്. ഓയിൽ ചേർത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കുക, കൂടുതലാവാൻ പാടില്ല. ഇതുപോലെയാണ് മാവ് വേണ്ടത്. സേവനാഴിയിലാണ് മുറുക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി പകുതി മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മുറുക്ക് തയ്യാറാക്കാം. ഞാനിതുപോലെ നീളത്തിലുള്ള മുറുക്കാണ് തയ്യാറാക്കുന്നത്. ഇതുപോലത്തെ ആകുമ്പം വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. എന്നാൽ മാത്രമാണ് ഉള്ളും പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ പൊരിച്ചെടുക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് മുറുക്ക്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അരിപ്പൊടിയും കടലപ്പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ മുറുക്കിന്. അപ്പോൾ ഏകദേശം നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കാം. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.